നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. സൺഡേ സ്റ്റോക്ക് ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച വളരെയേറെ സംഭവബഹുലമായിരുന്നു. കാറ്റും കോളും പൊടിപടലങ്ങളുമൊക്കെ ഒന്ന് ഒതുങ്ങിയ മട്ടാണ് കാണുന്നത്. അന്താരാഷ്ട്ര മാർക്കറ്റിലുണ്ടാകുന്ന ചലനങ്ങൾക്കനുസരിച്ച് എല്ലാ മാർക്കറ്റുകളും ചലിക്കും. അതുപോലെ തന്നെ നമ്മളുടെ മാർക്കറ്റുകളിലും അതിൻ്റെ ചലനങ്ങളുണ്ടായി. ഇപ്പോൾ ഏകദേശം ഒന്ന് സെറ്റിലായ മട്ടാണ് കാണുന്നതെന്ന് തോന്നുന്നു. നിഫ്റ്റി 24,000-ന് താഴേക്ക് വന്നു. വീണ്ടും അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ലെവൽ കവർ ചെയ്താണ് കഴിഞ്ഞ ക്ലോസിംഗ് എന്ന് തോന്നുന്നു. 24,367 ക്ലോസ് ചെയ്തിരിക്കുന്നത്. 24,350 ഒരു ശക്തമായ ലെവലാണ് റെസിസ്റ്റൻസിൻ്റേതെന്ന് ആണ് എല്ലാവരും പറഞ്ഞിരുന്നത്. അത് കവർ ചെയ്ത് ക്ലോസ് ചെയ്തിരിക്കുന്നു എന്നുള്ളത് നമുക്കൊരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അടുത്ത 24,500-ലേക്കും 25,000-ലേക്കും ഒക്കെ ആവും അടുത്ത ആഴ്ചയിലെ ചലനങ്ങൾ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള മൂവ്മെൻറ്റുകളാണ് ഇനി അധികം ഉണ്ടാകുക എന്നുള്ളതാണ്. കാരണം മാർക്കറ്റ് ഒരു ഹൈയിലെത്തി നിൽക്കുകയാണ്. അവിടെ നിന്ന് ഇനി ഒരുപാട് കടന്നു പോവുക എന്ന് പറഞ്ഞാൽ വളരെ വളരെ സാവകാശം നടക്കുന്ന കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. 25,000-ൽ തന്നെ അടുത്ത ക്വാർട്ടറും നിന്നാൽ അതിശയിക്കേണ്ട കാര്യമൊന്നുമില്ല. അതിന് സാധാരണയായി അങ്ങനെ ഒരു ലെവലിൽ നമ്മൾ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷമാകും അടുത്ത മൂവ്മെൻ്റ് എന്ന് പ്രതീക്ഷിക്കുന്നതാണ് എപ്പോഴും നല്ലത്. ഈ കാണുന്ന ബഹളങ്ങളെല്ലാം ഒതുങ്ങി മാർക്കറ്റിലെ ലാർജ് ക്യാപ്പും സ്മാൾ ക്യാപ്പും എല്ലാം ഒരേ ലെവലിലേക്ക് വരുന്ന ഒരവസ്ഥയുണ്ട്. അതായത് സ്മാൾ ക്യാപ്പിന് ഇപ്പോൾ സംഭവിച്ച ഒരുപാട് താഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. അത്രയും അത് റിക്കവർ ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് വരും. അതിനുശേഷമാകും അടുത്ത മൂവ്മെൻറ്റുകൾ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ കഴിഞ്ഞ ആഴ്ച റിസർവ് ബാങ്കിൻ്റെ പണനയ അവലോകനം വന്നു. റേറ്റുകൾക്കൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. ഫുഡ് ഇൻഫ്ലേഷനിൽ കൂടുതൽ ശ്രദ്ധിക്കുന്നതായി റിസർവ് ബാങ്ക് ഗവർണർ പറയുകയുണ്ടായി. അതാണ് ഈ ഇൻഫ്ലേഷനെ നിയന്ത്രിക്കുന്നതെന്ന അവസ്ഥയാണ് ഇപ്പോഴുള്ളത്, ഫുഡ് ഇൻഫ്ലേഷൻ. അതുകൊണ്ട് അതിൽ കൂടുതൽ ശ്രദ്ധിക്കണം. ഇൻഫ്ലേഷനാണ് അടുത്ത നമ്മൾക്ക് മാർക്കറ്റിനുള്ള ഒരു ത്രെട്ട് എന്നാണ് റിസർവ് ബാങ്ക് ഗവർണർ പറയുന്നത്. റേറ്റുകൾക്കൊന്നും ഒരു മാറ്റവും വരുത്തിയിട്ടുമില്ല. അടുത്ത റേറ്റ് കട്ട് US നിന്ന് പ്രതീക്ഷിച്ചിരിക്കുകയാണ് മാർക്കറ്റൊക്കെ. അപ്പോൾ അത് നടക്കുമോ നടക്കില്ലയോ എന്നൊക്കെയുള്ള ചർച്ചകളിലാണ് കഴിഞ്ഞ ആഴ്ച എല്ലാം മാർക്കറ്റ് ഇടിയുകയും ഒക്കെ ഉണ്ടായത്. US മാർക്കറ്റിൽ ജോബ് ഡേറ്റ വന്നത് ആദ്യം മോശമായിരുന്നു. ഈ ആഴ്ചത്തേത് വലിയ തെറ്റില്ലാത്ത ജോബ് ഡേറ്റ വന്നിട്ടുണ്ട്. അതിനനുസരിച്ച് മാർക്കറ്റിൽ റിസഷൻ ഉണ്ടാവുകയില്ല എന്നൊരു ബോധം അല്ലെങ്കിൽ ഒരു ചർച്ച വന്നിട്ടുണ്ട്. അങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് തൽക്കാലം ഒന്ന് അടങ്ങിയിരിക്കുന്നത്. ഈ ആഴ്ച വന്ന പിന്നെ ഒരു ഡേറ്റയാണ് SIP അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളുടെ ഡേറ്റ. SIPയിലേക്ക് ഈ മാസവും കൂടുതൽ എമൗണ്ട് വന്നിട്ടുണ്ട്. 23,000 കോടി രൂപയോളമാണ് ഈ SIP ആയിട്ട് ഈ മാസം വന്നിട്ടുള്ളത്. മൊത്തം ഇക്വിറ്റി മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് 30,000 കോടി രൂപ വന്നു. അതിൽ SIP ആയിട്ട് വന്നതാണ് 23,000 കോടി രൂപ. മാർക്കറ്റ് സ്ഥിരമായി ഇത്ര ക്യാഷ് മാർക്കറ്റിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു 40,000 കോടിക്കടുത്ത് 37,000 കോടി രൂപയോളം ഇക്വിറ്റി ഈ മ്യൂച്വൽ ഫണ്ടുകളിലെല്ലാം കൂടി വരുന്നു എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 2,000 കോടി രൂപയ്ക്കടുത്ത് മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഓരോ ദിവസവും മാർക്കറ്റിൽ ഇറക്കാനുള്ള ക്യാഷാണ് വന്നിരിക്കുന്നത്. അവർ മാർക്കറ്റിൽ നിന്ന് അത്രയും പർച്ചേസ് ചെയ്യാൻ അവർക്ക് പറ്റും.
അപ്പോൾ അതാണ് ശരിക്കും മാർക്കറ്റിനെ ഈ ലെവലിൽ നിലനിർത്തിക്കൊണ്ട് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. ഈ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഉണ്ടാകുന്ന ചലനങ്ങളെ പലതും നമ്മൾ പ്രതിരോധിക്കുന്നത് ഈ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ SIP ആയിട്ടും ഒക്കെ വരുന്ന മ്യൂച്വൽ ഫണ്ടിലെ ക്യാഷാണെന്ന് തോന്നുന്നു. FIEസിൻ്റെ കൺട്രോൾ അത്രയും കുറഞ്ഞു വരികയാണ് നമ്മുടെ മാർക്കറ്റിൽ. അതൊരു നല്ല കാര്യമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഏറ്റവും വലിയ ദോഷം എന്താണെന്ന് വെച്ചാൽ, പാനിക്കുണ്ടാകുമ്പോൾ റീറ്റെയിലേഴ്സാണ് ഏറ്റവും പാനിക്കായി സെല്ലിങ് നടത്തി ഒഴിവാവാൻ നോക്കുക. അതുകൊണ്ട് ഉള്ള ഒരു തകർച്ചയ്ക്കും സാധ്യത കൂടുതലുണ്ട്. എന്തുമാകട്ടെ, മ്യൂച്വൽ ഫണ്ടുകളിലേക്ക് വന്ന ഡേറ്റകൾ വളരെ പ്രതീക്ഷ നൽകുന്നതാണ്. അത് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാർക്കറ്റിനെ സംബന്ധിച്ച് എപ്പോഴും പോസിറ്റീവായിട്ട് തന്നെയാണ് കാണുന്നത്. മ്യൂച്വൽ ഫണ്ടുകൾക്ക് ഇന്ത്യൻ മാർക്കറ്റിനെ നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരവസ്ഥയാണുള്ളതെന്ന് തോന്നുന്നു. ചെറിയ രീതിയിലെങ്കിലും പണ്ടത്തേക്കാൾ മികച്ച രീതിയിൽ ഇപ്പോൾ അത് പ്രവർത്തനം നടത്തുന്നു എന്നുള്ളതാണ്. SIPയിലേക്ക് 23,000 കോടി രൂപയൊക്കെ ഓരോ മാസവും വരുന്നു എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും മാർക്കറ്റിനെ നിയന്ത്രിക്കുന്ന ഘടകങ്ങളിൽ ഒന്നായി മാറിയിട്ടുണ്ട്. മറ്റ് കാര്യങ്ങളിലേക്കൊന്നും കടക്കുന്നില്ല. നിങ്ങൾ വാച്ച് ചെയ്യുക, വളരെ ശ്രദ്ധയോടെ മാത്രം മാർക്കറ്റിൽ ഇടപെടുക. മാർക്കറ്റ് അതിൻ്റെ ഹൈയിലേക്കും താഴേക്കും ഒക്കെ വരും. അപ്പോഴും നമ്മളുടെ പോർട്ട്ഫോളിയോ നന്നായി കൊണ്ടു നടക്കുക. കഴിഞ്ഞ ജനുവരിയിൽ ഞാൻ ഒരു 10 സ്റ്റോക്കുകളുടെ വിവരങ്ങൾ നൽകിയിരുന്നു. അതിന് എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്ന ഒരു വീഡിയോ അടുത്ത് തന്നെ ഞാൻ ഇറക്കുന്നതാണ്. നിങ്ങളത് ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു. 10 സ്റ്റോക്കുകൾക്ക് എന്ത് പെർഫോമൻസ് ഉണ്ടാക്കാൻ കഴിഞ്ഞു ഇപ്പോൾ ഈ 6 മാസം 7 മാസം കഴിഞ്ഞു. അപ്പോഴെന്തായി അതിൻ്റെ കാര്യങ്ങളെന്ന് നോക്കുന്നത് നല്ലതാണ്. പിന്നെ അതിനനുസരിച്ച് നിങ്ങൾക്ക് മാറ്റം വരുത്തണമെന്നുള്ളവർക്ക് മാറ്റം വരുത്താവുന്നതുമാണ്. ആ രീതിയിലേക്ക് മാർക്കറ്റിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുമ്പോഴാണ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ഓരോ വർഷവും നല്ല രീതിയിൽ വളർന്നു കിട്ടുക. ഓക്കെ, വീണ്ടും കാണാം. നമസ്കാരം.